സുഗമോ ദേവി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും ദേവിക തൻ്റെ കാമുകിയായ ലീനയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അരുന്ധതിയുടെ മകനായ കിഷോർ. ദേവികയെ കാണണമെന്ന് വാശി പിടിക്കുന്ന കിഷോറിൻ്റെ മുമ്പിൽ ഒരു നിവൃത്തിയില്ലാതെ ഒടുവിൽ വാശിക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് അരുന്ധതി. അതായത് ജോലിക്കായിട്ട് വരുന്ന ദേവികയോട് ഒരു അഭ്യർത്ഥന നടത്തുന്നു. ദയവായിട്ട് ഇത്തവണത്തേക്ക് എൻ്റെ മകൻ ആ മരുന്നൊന്ന് എടുത്തു കൊടുക്കണം. ദേവികയെ ലീനയാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുവാണ് മോൻ. അതിനെന്താ മേഡം, ഞാൻ എടുത്തു കൊടുക്കാമല്ലോ. എനിക്കതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. വയ്യാത്തത് കൊണ്ടല്ലേ. ഇന്ന് ക്ഷേത്രത്തിൽ പോയി പൂജയും അർച്ചനയൊക്കെ നടത്തിയിട്ടാണ് വന്നത് മേഡത്തിനും മകനും വേണ്ടിയിട്ട്. അത് കേട്ട് അരുന്ധതിക്ക് ആകെ അങ്ങ് സ്നേഹവും ദയയൊക്കെ തോന്നുന്നുണ്ട് ദേവികയോട്. അങ്ങനെ ദേവിക ചെന്ന് ആ പ്രസാദമൊക്കെ അരുന്ധതിക്കും കിഷോറിനും കൊടുക്കുന്നു. മാത്രമല്ല മരുന്നെടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ കിഷോറിൻ്റെ വാശി കുറയുന്നു. മാത്രമല്ല കിഷോർ ശാന്തനാകുകയും ചെയ്യുന്നു. അത് കണ്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ട് അരുന്ധതി. ഒടുവിൽ ദേവിക പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്നു കിഷോർ. ഓഫീസിലെ വർക്കിന് വേണ്ടിയിട്ട് വന്ന ദേവിക ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിഷോറിൻ്റെ ഹോം നേഴ്സായിട്ട് മാറിയിരിക്കുന്നു. കിഷോറിന് ദേവിക ഇല്ലാണ്ട് പറ്റത്തില്ലെന്നാകുന്നു. എന്നാൽ ദേവികയിലെ ഈ മാറ്റങ്ങളെല്ലാം നന്ദൻ ശ്രദ്ധിക്കുന്നുണ്ട്. നന്ദൻ ദേവികയോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം തന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് വിഷമമൊന്നും തോന്നരുത്. എന്താ നന്ദേട്ടാ, എന്താണെന്ന് വെച്ചാലും പറഞ്ഞോ. തൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടോ. അവിടെ ജോലിക്ക് പോയതിന് ശേഷം ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ താനൊരു ദിവസം ഭയന്ന് വിറച്ച് എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം തൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് മാറ്റമുണ്ട്. താൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളോ വീട്ടിലെ കാര്യങ്ങളോ ഒന്നും തനിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ലാണ്ടാകുന്നു. മാത്രമല്ല ഗൗരിയോടോ ഭാർഗവി ആൻറ്റിയോടോ അമ്മയോടൊന്നും അധിക നേരം ഇരുന്ന് സംസാരിക്കുന്ന പോലുമില്ല. എപ്പോഴും വീട് ഓഫീസ് എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഈ വീട്ടിലുള്ളവരിൽ നിന്നും താൻ അകന്നു പോകുവാണോ? എന്താ നന്ദേട്ടാ ഈ പറയുന്നത്? നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ കഷ്ടപ്പെടാൻ പോകുന്നേ എന്നൊക്കെ ദേവിക പറയുന്നു. അതെനിക്കറിയാം, പക്ഷേ താൻ ഈ വീട്ടിലെ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് അകന്നു പോകുന്നത് പോലെ തോന്നുന്നു. അതൊക്കെ നന്ദേട്ടന് തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞ് ദേവിക ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നെങ്കിലും ദേവികയ്ക്കും മനസ്സാലെ വിഷമമാകുന്നു. നന്ദേട്ടന് വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയൊക്കെ തന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെയായിരിക്കും അമ്മയ്ക്കും ഭാർഗവി ആൻറ്റിക്കും ഒക്കെ എന്ന് തോന്നിക്കുന്നു. അങ്ങനെ വിഷമിച്ച് വരുന്ന ദേവികയെ കണ്ടിട്ട് അരുന്ധതി ചോദിക്കുന്നു, താനെന്താ ഇന്ന് വിഷമിച്ച് വരുന്നത്? എന്തു പറ്റി? വീട്ടിലാരെങ്കിലും വഴക്ക് പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നു, ഏയ് ഇല്ല മേഡം, ഞാൻ എന്തൊക്കെയോ മറക്കുന്നു എന്നുള്ളൊരു സംശയം നന്ദേട്ടനുണ്ട്. അതിൻ്റെ പേരിൽ നന്ദേട്ടൻ ഇന്നലെ അല്പം വിഷമിച്ച് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്കും ആകെ സങ്കടമായി. താൻ വിഷമിക്കേണ്ടടോ, അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ താൻ മറച്ചു വെക്കുന്നത്. എന്നാൽ മുമ്പ് വരെ അങ്ങനെയായിരുന്നു, ഇപ്പോൾ മുതൽ അങ്ങനല്ല. കിഷോർ എന്നെ കണ്ടിരിക്കുന്നത് അവൻ്റെ കാമുകിയായിട്ടുള്ള ലീനയാണെന്നാണ്. ഈ വിവരവും കാണാം നന്ദു അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. സത്യങ്ങളെല്ലാം മുന്നേ തുറന്നു പറഞ്ഞിട്ടാണ് നന്ദു അറിയുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ആവത്തില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും ഞാനും മറച്ചു വെക്കുന്നത് കൊണ്ട് നാളെ ഒരു സമയത്ത് കിഷോറിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംശയിക്കുന്നുള്ള ഭയം എനിക്കുണ്ട്. അരുന്ധതി പറയുന്നുണ്ട്, അങ്ങനെ എന്തായാലും ഉണ്ടാകില്ല. തന്നെ മറ്റാരേക്കായും മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് തന്നെയാണ് തനിക്കുള്ളതെന്നുള്ള കാര്യം എനിക്കറിയാം. മാത്രമല്ല അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തനിക്ക് വേണ്ടിയിട്ട് ഞാൻ നന്ദനോട് സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേവികയ്ക്ക് അല്പം സമാധാനമാകുന്നു. മാത്രമല്ല ദേവികയുടെ ആ ഒരു പരിചരണത്തിൻ്റെ ഭാഗമായിട്ട് കിഷോറിന് നല്ല മാറ്റങ്ങളുണ്ടായി വരുന്നത് കണ്ടിട്ട് അരുന്ധതിക്ക് പോലും ആകെ അങ്ങ് ഷോക്കാവുന്നു. ഒരുപാട് മരുന്നും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ദേവിക കാരണമാണ് എൻ്റെ മകനിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ദേവികയ്ക്കും ഭയങ്കര സന്തോഷമാകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. മേഡം രാവിലെ ഓഫീസിൽ പോകുന്നു. അടച്ചിട്ട മുറിയിൽ എപ്പോഴും ഒറ്റയ്ക്ക് കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് കിഷോറിനുള്ളത്. അതുകൊണ്ട് താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ ആളുകളുണ്ടെന്നുള്ള ഒരു പ്രസൻസ് തോന്നിച്ചാൽ മാത്രം മതി അവനിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണം അതാണെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നു, താൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊന്നും മറ്റൊരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്കില്ല. മാത്രമല്ല എപ്പോഴും മോനൊപ്പം ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യം അനുവദിക്കുന്നതുമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാനങ്ങനെ പോകുന്നത്. എൻ്റെ മോന് ഇങ്ങനൊരു അപകടം പറ്റിയിട്ടുണ്ടെന്ന് മറ്റൊരാളെ അറിയിക്കുന്നതും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഹോം നേഴ്സിനെ മാത്രം വെച്ചിരിക്കുന്നു.
അവളാണെങ്കിൽ മിക്കപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്. അതെനിക്കും അറിയാം. പക്ഷേ കുറേ നാളുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ രഹസ്യങ്ങളൊന്നും മറ്റാരും അറിയിക്കില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും അവളെ ഇവിടെ ജോലിക്ക് നിർത്തിയേക്കുന്നത്. കിഷോറിനെ വല്ലപ്പോഴും പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണം. അത് അവനിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അന്നേരം അരുന്ധതി പറയുന്നു, ദേവിക പറയുന്നത് പോലൊക്കെ ചെയ്യാം. ദേവിക വന്നതിന് ശേഷമല്ലേ ഇത്രയും മാറ്റങ്ങളുണ്ടായേ. അപ്പം ദേവികയുടെ ഇഷ്ടം പോലെ തന്നെ ആകട്ടെ എന്ന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ നന്ദൻ അത് കാണാൻ ഇടയാവുന്നുണ്ട്. മാത്രമല്ല ഓഫീസിൽ വർക്കിന് പോയ അവൾ എന്തിനാണ് ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നേ, ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം എന്നോട് വീട്ടിൽ വെച്ചോ വന്നതിന് ശേഷമോ വിളിച്ചു പോലും പറഞ്ഞില്ല. എന്തായാലും എന്തൊക്കെയോ കാര്യം ദേവിക എന്നിൽ നിന്ന് മറയ്ക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരാണ് ആ കൂടെ നിൽക്കുന്ന പയ്യൻ എന്നൊക്കെ പല സംശയങ്ങളും നന്ദൻ ഉണ്ടാകുന്നു. അങ്ങനെ നന്ദൻ ദേവികയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, താനിപ്പോൾ എവിടെയാ? ഞാൻ ഓഫീസിലാ നന്ദേട്ടാ. ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക നന്ദു. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, താൻ എവിടാണെന്ന് അറിയാമെന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അത് കേട്ട പെട്ടെന്ന് ദേവികയ്ക്ക് മനസ്സിലൊരു അങ്കലാപ്പ്. ഇനി അറിഞ്ഞിട്ടും കാണാൻ ചോദിക്കുവാണോ? ആയിരിക്കില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നന്ദൻ കോൾ കട്ട് ചെയ്തങ്ങ് പോകുന്നുണ്ട്. ദേവിക കള്ളം പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ നന്ദൻ്റെ മനസ്സിൽ പല പുകച്ചിലും ഉണ്ടാകാൻ ഇത് കാരണമാകുന്നു. കിഷോറിനെ പരിചരിക്കുന്നത് എന്തായാലും നാളെ ഒരു സമയത്ത് നന്ദനുമായിട്ടുള്ള ഉടക്കിന് തന്നെ കാരണമായേക്കാം. കാരണം നന്ദൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. ദേവിക എല്ലാം മറച്ചു വെച്ച് നടക്കുമല്ലേ. എന്തായാലും ചന്ദ്രോത്ത് വീട്ടിൽ ഒരു പ്രശ്നം മാറുമ്പോഴത്തേക്കും അടുത്ത രൂപത്തിൽ അടുത്ത പ്രശ്നം വന്നുകൊണ്ടേയിരിക്കുന്നു. കാത്തിരിക്കാം. എല്ലാം കലങ്ങി തെളിഞ്ഞ് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.